ഹലോ ഓൾ, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. അപ്പോൾ നമ്മൾ സി പി യുമായിട്ട് ബന്ധപ്പെട്ട അടുത്തൊരു വീഡിയോ, അതായത് ആ കഴിഞ്ഞ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇംഗ്ലീഷ് മാത്സ് മലയാളം എന്ന 30 മാർക്കിൻ്റെ ടോപ്പിക്ക് നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ളത്. ആ ടോപ്പിക്കുകളും കൂടി ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് തരൂ എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോയുമായിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കൂട്ടത്തിൽ ഞാൻ എങ്ങനെയാണ് ഈ ഇംഗ്ലീഷ് മാത്സ് മലയാളം പഠിച്ചത് എന്നുള്ള ഒരു പരിപാടിയും കൂടെ ലാസ്റ്റ് പറഞ്ഞു തരും. നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ടോപ്പിക്സ് ഐഡന്റിഫൈ ചെയ്യണം, പിന്നെയാണ് അതിന്റെ ടിപ്സും കാര്യങ്ങളും പറയുന്നത്. അപ്പോൾ വീഡിയോ തുടക്കം മുതൽ ഒടുക്കം വരെ എല്ലാവരും കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വി ആർ അബൌട്ട് ടു ഡിസ്കസ്. എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, നമ്മളിവിടെ പറയാനായിട്ട് പോകുന്നത് ഇതാ നമ്മുടെ ഇംഗ്ലീഷ് മലയാളം മാത്സ് എന്നുള്ള ടോപ്പിക്കുകളെ പറ്റിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിൻ്റെയൊക്കെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് അറിഞ്ഞിരിക്കണം. ഇതൊരു നിസ്സാരപ്പെട്ട കാര്യമായിട്ട് കാണരുത്, കാരണം നിങ്ങൾ എല്ലാവരും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. 10 10 10 അങ്ങനെ ഓൾ ടുഗദർ 30 മാർക്കിനാണ് നമ്മുടെ ഈ ഇംഗ്ലീഷ് മാത്സ് മലയാളം എന്ന് പറയുന്ന ടോപ്പിക്ക് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഓരോ സ്റ്റഡി പ്ലാനിലേക്കും ഒക്കെ കിടക്കാം. ഇംഗ്ലീഷിനെ പറ്റി സംസാരിക്കുമ്പോൾ നിങ്ങൾ ആദ്യം പഠിക്കേണ്ട ഒരു ഭാഗമാണ് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയും. പാർട്സ് ഓഫ് സ്പീച്ച്, ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ച്, ഇതെല്ലാം എന്ത് ചെയ്യുക, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ വളരെ വ്യക്തമായിട്ട് ആവർത്തിച്ച് ചോദിച്ചു കണ്ടിട്ടുണ്ട്. എസ്പെഷ്യലി +2 ലെവൽ എക്സാംസിൽ നല്ല രീതിയിൽ ഈ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പാർട്സ് ഓഫ് സ്പീച്ചിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാകും. പിന്നെ ഡിറ്റർമൈൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, എസ്പെഷ്യലി പൊസസീവ് ഡിറ്റർമൈൻസ്, മൈ, അവർ, പിന്നെ അവർ എന്നൊക്കെയുള്ള പൊസസീവ് ഡിറ്റർമൈൻസ് എന്ത് ചെയ്യുക, കൃത്യമാണെന്ന് ശ്രദ്ധിക്കുക. പിന്നെ ടെൻസസ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഹോട്ട് ടോപ്പിക് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. CPO മാത്രമല്ല, WCPO, എക്സൈസ്, ഫയർമാൻ തുടങ്ങിയ +2 ലെവൽ പരീക്ഷകൾ, പിന്നെ IRB വരുന്നുണ്ട്. ഈ പരീക്ഷകൾക്കെല്ലാം, അല്ലെങ്കിൽ ഫോഴ്സ് ലെവൽ പരീക്ഷകൾക്ക് ടെൻസസ് എന്ന് പറയുന്ന ഭാഗം നമുക്ക് ഒട്ടുമേ ഒഴിച്ചു കൂട്ടാൻ പറ്റാത്തൊരു ഭാഗമാണെന്ന് മനസ്സിലാക്കുക. ടെൻസസ് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. അതിന് ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രാക്ടീസ്. നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് ഇംഗ്ലീഷ് പിന്നെ നമ്മുടെ മാത്സ്, ഈ രണ്ട് ഭാഗവും, ഈ രണ്ട് വിഷയങ്ങളും നിങ്ങൾ എത്രമാത്രം പ്രാക്ടീസ് ചെയ്യുന്നു അത്രമാത്രം നിങ്ങൾക്ക് ചാൻസ് കൂടുതൽ കിട്ടുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഈസ് ഈക്വൽ ടു മാക്സിമം മാർക്സ് എന്നുള്ളതാണ് ഈ 3 വിഷയങ്ങളെയും താരതമ്യപ്പെടുത്തി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അത് ഞാൻ പറയാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുമ്പോഴത്തേക്കും, ഈ ഒരു മേഖല നിങ്ങൾക്കറിയാം, വളരെ കുറച്ച് പഠിച്ച് 10 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അതായത് ഈ 30 മാർക്കും നിങ്ങൾ കമ്പാരിറ്റീവ്ലി ഒരു 50 മാർക്ക് വാങ്ങിക്കുന്ന അത്ര 50 മാർക്ക് എത്ര ടോപ്പിക്ക് പഠിച്ചാണ് നിങ്ങൾക്ക് കിട്ടുക? അതിൽ നിന്ന് 50 മാർക്ക് ആർക്കും കിട്ടുകയില്ല. പക്ഷേ ഈ 30 മാർക്കിൽ നിങ്ങൾക്കൊരു 20+ വാങ്ങിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ സേഫ് സോണിലായി. 20+ ഞാൻ ചുമ്മാ പറഞ്ഞതാണ്, പക്ഷേ 25+ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ പിടിച്ചാൽ കിട്ടില്ല, അത്രമാത്രം ലെവലിൽ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. എസ്പെഷ്യലി ഇംഗ്ലീഷ് മാത്സ് മലയാളത്തിനെ പറ്റി സംസാരിക്കുമ്പം എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളൊരു കാര്യമാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു അതിപ്രസരം തന്നെ നിങ്ങൾക്ക് ഈ ഒരു പാർട്ടിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് 2021 PSCയുടെ പാറ്റേൺ മാറുന്നു. 2024 വരെയുള്ള പരീക്ഷകൾ, നിങ്ങൾ ഏത് പരീക്ഷ, നിങ്ങളിപ്പോൾ 10th ലെവൽ എക്സാംസ് എടുത്ത് നോക്കൂ. 10th ലെവലിൻ്റെ നമ്മുടെ ഈ പറയുന്ന പോലെ നമ്മുടെ LD പരീക്ഷകൾ പല ഘട്ടങ്ങളായിട്ട് നടന്നു. അതിൻ്റെ ക്വസ്റ്റ്യൻസ് എടുക്കാം, ഡിഗ്രി പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻസ് എടുക്കാം, ഡിഗ്രി മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻസ് എടുക്കാം. ഏത് ക്വസ്റ്റ്യൻസ്, നിങ്ങൾ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് പഠിക്കാനായിട്ട്, മാത്സ് ഇപ്പോൾ ഡിഗ്രി ലെവലിൽ കുറച്ച് നല്ല ടഫായിട്ട് ചോദിക്കാറുണ്ട്. പക്ഷേ മലയാളവും ഇംഗ്ലീഷും ഈ എല്ലാവർക്കും ഒരേ ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത്. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എത്രയോ പരീക്ഷകൾ നടന്നു. CPO മാത്രം തന്നെ 6 CPO നടന്നിട്ടുണ്ട്, IRB നടന്നിട്ടുണ്ട്, പിന്നെ നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ പരീക്ഷ, സിവിൽ എക്സൈസ്, വിമൻ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ പരീക്ഷ നടന്നു, ഫയർമാൻ നടന്നിട്ടുണ്ട്, അല്ലേ, ഫയർ വുമൺ നടന്നിട്ടുണ്ട്, എത്ര ഫോഴ്സ് ലെവൽ പരീക്ഷകൾ നടന്നിട്ടുണ്ട്. അവിടെയെല്ലാം നിങ്ങൾ ഈ ഇംഗ്ലീഷിൻ്റെ ഭാഗം എടുക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാകും ഈ 3 ടോപ്പിക്കുകൾ പ്ലേ ചെയ്യുന്ന ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്. അതായത് വളരെ പിവട്ടൽ ആയിട്ടുള്ള ഒരു റോളാണ് ഈ 3 ടോപ്പിക്സ് എല്ലാ ഫോഴ്സ് ലെവൽ പരീക്ഷയിലും പുലർത്തി കണ്ടിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് എടുത്ത് ഞാനൊക്കെ അനലൈസ് ചെയ്യുന്ന സമയത്ത് എടുത്ത് നോക്കിയപ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് മനസ്സിലായ കാര്യം, ഈ 3 ടോപ്പിക്കും അത്രമാത്രം ഇമ്പോർട്ടൻസ് പുലർത്തുന്നുണ്ട്. വൊക്കാബുലറിയുമായിട്ട് ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ സിനോണിംസ്, ആന്റോണിംസ്, ഫ്രൈസൽ വെർബ്സ്, പിന്നെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ
പഠിച്ചിരിക്കണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ പല രീതിയിൽ ചോദിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ കളക്റ്റീവ് നൗൺസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറയും അത് കളക്റ്റീവ് പ്രൈഡ് ഓഫ് ലയൺ എന്നൊക്കെ പറയുന്ന പോലെ അല്ലേ. അപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ ആൻറ്റോണിംസ്, സിനോണിംസ് അത് ട്രിക്കി ആയിട്ട് ചോദിക്കാറുണ്ട്. ഒരു വാക്ക് തന്നിട്ട് ആ വാക്കിൻ്റെ അന്റോണിം അതിൽ തുടങ്ങുന്ന അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു സിനോണിം പറയാനായിട്ട് പറയും. വളരെ ട്രിക്കി ആയിട്ട് ചോദിക്കാറുണ്ടാവും. ഒന്നുകിൽ സി പി യുടെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന പാർട്ട് ചിലപ്പോൾ ഭയങ്കര ടഫായിരിക്കും, ചിലപ്പോൾ ഭയങ്കര എളുപ്പമായിരിക്കും. ഇതിൻ്റെ ഒരു മിഡിൽ ലെവലിൽ ഇംഗ്ലീഷ് ഒരിക്കലും സി പി ഒ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടില്ല. ഈ ഒരു ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പെറുക്കിക്കൂട്ടി എടുത്ത് അനലൈസ് ചെയ്തെന്ന് എനിക്ക് മനസ്സിലായ കാര്യമാണ്. ഒന്നുകിൽ നല്ല ടഫായിട്ട് ചോദിക്കും. കാരണം 2023 ജൂലൈ മാസം 22 നടന്നൊരു പരീക്ഷയുണ്ട്. 537/2022 എക്സാം എന്ന് പറയുമ്പോൾ SAP ബറ്റാലിയൻ വരുന്ന അതിലെ ഇംഗ്ലീഷ് 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാവും. ഒരു SSC ലെവലിലാണ് അതിൻ്റെ ഒരു ലെവൽ വന്നിരിക്കുന്നത്. മനസ്സിലായില്ല. പക്ഷെ ബാക്കി മുഴുവൻ ആ പരീക്ഷ എളുപ്പമായിട്ട് വന്നപ്പോഴും ഈ ഒരു സംഭവം മാത്രം എൻ്റെ SSC ലെവലിലേക്ക് അതിൻ്റെ മൂല്യം പോയി എന്നുള്ളതാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു ലെവൽ മാറി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം. ഇപ്പോഴത്തെ CP എടുത്ത് നോക്കൂ. ഞാൻ ഇപ്പോൾ 2024 ജൂൺ മാസം 8 നടന്ന CP ഉണ്ട്, ജൂൺ മാസം 29 നടന്ന WCP ഉണ്ട്. ഈ പരീക്ഷകളെ ഇംഗ്ലീഷ് എടുത്ത് നോക്കിയാൽ ഒരു മിതമായിട്ടുള്ള രീതിയിലാണ് നടന്നിട്ടുള്ളത്. അതായത് എന്താണ്, കടുപ്പമുണ്ട്, പക്ഷേ എന്നാൽ പോലും ചില ക്വസ്റ്റ്യൻസ് ഒരു അയവ് കാണിച്ചിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് ഒന്നുകിൽ എളുപ്പമായിരിക്കും, മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പാടായിരിക്കും. 10ൽ 10 മാർക്ക് വാങ്ങിക്കുക എന്നുള്ളത് നമുക്ക് ചിലപ്പോൾ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ഹെർക്കൂലിയൻ ടാസ്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഹെർക്കൂലിയൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഭഗീരഥ പ്രയത്നം, മറന്നു പോകരുത്. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അത് ഡീമോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നില്ല. നിങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ 10 ക്വസ്റ്റ്യനും അടിക്കുക എന്നുള്ളതല്ല, അറിയാവുന്നുള്ളതും ഉറപ്പുള്ളതും മാത്രം അടിക്കുക. 1 or 2 മാത്രം ചാൻസ് എടുക്കുക, അല്ലാതെ എല്ലാം കൂടെ കയറി ചാൻസ് എടുക്കാൻ നിൽക്കരുത്. പിന്നെ സിനോണിംസും ആൻറ്റോണിംസും എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ഒരു വാക്ക്, ഒരൊറ്റ വാക്ക്, ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ കാക്കഫോണിയസ് എന്ന് പറയുന്ന ഒരു വാക്ക്, എൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ നോയ്സി എന്നുള്ളതാണ്. മെല്ലിഫ്ലൂവസ് എന്ന് പറയുന്ന ഒരു വാക്ക്, മെല്ലിഫ്ലൂവസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്മൂത്ത് അല്ലേ, ഒരു സംഗീതം പോലെ സുന്ദരം എന്നാണ് പറയാറ്. അപ്പോൾ അത് പിന്നെ ഡെമ്യൂറിൻ്റെ ഒരു പിന്നെ സിനോണിമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന വാക്കാണ് ഷൈ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇൻട്രോവേർട്ട് എന്നൊക്കെ പറയുന്ന ഒരു വാക്ക്, അല്ലെങ്കിൽ റിസർവ്ഡ് എന്ന് പറയുന്ന ഒരു വാക്ക് ഡെമ്യൂറുമായിട്ട് ബന്ധപ്പെട്ട്. മെറാക്കി എന്ന് പറഞ്ഞാൽ ക്രിയേറ്റിവിറ്റി എന്നാണ് അർത്ഥം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഓരോ പുതിയ പദങ്ങൾ എവിടെയെങ്കിലും അഡ്രസ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ സിനോണിംസ് മാറ്റി വെച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ ആൻറ്റോണിംസ് എന്ന് പറയുമ്പോൾ എല്ലാത്തിൻ്റെ എതിരാണ്. ഇപ്പം എന്താണ് നമ്മുടെ സെറാഫിക് എന്ന് പറയുമ്പോൾ ഡെവിളിഷ് എന്ന് പറയാൻ പറ്റും. സെറാഫിക് എന്ന് പറഞ്ഞാൽ എന്താണ്, സെറാഫിക് എന്ന് പറഞ്ഞാൽ ഏഞ്ചലിക് എന്നാണ് അർത്ഥം വരുന്നത് അല്ലേ. യു ഹാവ് എ സെറാഫിക് ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് വളരെ മാലാഖയെ പോലത്തെ ഒരു മുഖമുണ്ട് എന്നുള്ളതാണ്. ബട്ട് ഞാൻ പറയാണ്, യു ഹാവ് എ ഡെവിളിഷ് ഫേസ്, യു ആർ എ സെറാഫിക് സോൾ അണ്ടർ എ ഡെവിളിഷ് ഫേസ് എന്ന് ഞാൻ പറയും. നിങ്ങളെ പറ്റി പറഞ്ഞല്ലോ കേട്ടോ. എന്താണ്, നിങ്ങൾ ചെകുത്താൻ്റെ മുഖമുള്ള മാലാഖയാണെന്നൊക്കെ പറയില്ലേ, അതാണ്. അപ്പോൾ ഡെവിളിഷ്, സെറാഫിക്, ഡെവിളിഷ് അല്ലേ. സെറാഫിക് എന്ന് പറയുന്ന വാക്ക് ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടി. ചിലപ്പം ഇങ്ങനെയായിരിക്കും ചോദിക്കുക, സെലക്ട് ദി ആൻറ്റോണിം ഓഫ് സെറാഫിക് എന്ന് പറഞ്ഞ് ഇത്രയും സാധനങ്ങൾ കൊടുത്തിരിക്കും, വേറെ വലിയ ലെവൽ, എന്നിട്ട് അവസാനം ഡെവിളിഷ്. അപ്പം നമ്മൾ നോക്കുമ്പോൾ എന്താണ്, ഡെവിളിഷ് വളരെ സിമ്പിളാണ്, ബാക്കിയൊക്കെ നല്ല കടുകട്ടി വാക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്, എന്താണ് കാര്യമില്ല. അപ്പോൾ അതൊന്ന് നിങ്ങൾ നോക്കുക. പിന്നെ അങ്ങനെയുള്ള കുറേ വാക്കുകൾ, ഇൻക്രെഡലസ് എന്ന് പറയും, ഇൻക്രെഡലസ് അല്ലേ, അതൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന വാക്കാണ്. വിശ്വസനീയം, അവിശ്വസനീയം എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഫ്രൈസൽ വെർബുകൾ നന്നായിട്ട് പഠിക്കുക. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ കിടുക്കാച്ചിയായിട്ട് പഠിച്ചിട്ട് പോവുക. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ പഠിച്ചിട്ട് പോവുക. പിന്നെ ക്വസ്റ്റ്യൻ ടാഗ് നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും ഈസ് വന്നോ അപ്പോൾ ഈസി ടു വരുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. പക്ഷേ എന്നാൽ പോലും എന്താണ്, ചില ക്വസ്റ്റ്യൻ ടാഗ്സ് എന്ന് പറയുമ്പോൾ വ്യത്യസ്തത പുലർത്തും. അങ്ങനെ വ്യത്യസ്തത പുലർത്തുന്ന ക്വസ്റ്റ്യൻ ടാഗുകളെ ഐഡൻറ്റിഫൈ ചെയ്ത് പഠിക്കുന്നത് നമ്മുടെ പഠനം കുറേ കൂടെ ബൂസ്റ്റപ്പ് ആകും. അതും കൂടെ ശ്രദ്ധിക്കുക. പിന്നെ ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് നന്നായിട്ട് പഠിക്കുക. PSC പഠിച്ചു തുടങ്ങുന്ന എല്ലാ ഉദ്യോഗാർത്ഥിയും ആദ്യം ചെന്ന് കൈവയ്ക്കുന്നത് ചെറിയൊരു കോൾഡ് ഉണ്ട് എന്നാലും. പിന്നെ ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്, ഒരു ശരാശരി PSC ഉദ്യോഗാർത്ഥി ആദ്യം ചെന്ന് കൈവയ്ക്കുന്ന ഒരു പോർഷനായെന്ന് പറയുമ്പോഴത്തേക്കും ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും എന്ന് പറയും. അപ്പോൾ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും എന്ത് ചെയ്യുക, വളരെ വ്യക്തമായ രീതിയിൽ നമ്മളത് സെറ്റ് ചെയ്യുക. പിന്നെ ഫോറിൻ വേർഡ്സ് നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറിൻ വേർഡ്സ് മിക്കവാറും റിപ്പീറ്റഡ് ആയിരിക്കും ചോദിക്കുന്നത്. വളരെ കാലമായിട്ട് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഫോറിൻ വേർഡ്സ് ആണ് ചോദിക്കുന്നത്. റിപ്പീറ്റഡ് ആയിട്ടുള്ള ഫോറിൻ വേർഡ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ചോദിക്കുന്നത്. അപ്പം ഫോറിൻ വേർഡ്സിൻ്റെ ഭാഗത്ത് നമുക്ക് ചെറിയൊരു പ്രതീക്ഷ നൽകാം. എങ്ങനെ, പക്ഷേ എന്നാൽ പോലും നമ്മൾ ഈ പറയുന്ന പോലെ ഇപ്പോൾ എഡ്യൂ എന്ന് പറയുന്നൊരു വാക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്ന്, എഡ്യൂ എന്ന് പറയുന്നത് ഫെയർവെൽ എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം അല്ലേ. അപ്പോൾ അതുപോലെ വളരെ സുന്ദരമായിട്ടുള്ള ഒരുപാട് വാക്കുകളുണ്ട്. ഈ വാക്കുകളൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോവുക. അപ്പോൾ അത് നിങ്ങളെ പഠനം കുറേ കൂടെ ഊർജ്ജസ്വലമാക്കി മാറ്റും.
നിങ്ങൾ കൃത്യമായിട്ടൊരു എക്സാമിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പോകുന്നു. നിങ്ങൾ അവിടെ ഇരിക്കുന്നു. നിങ്ങളുടെ മുന്നിൽ വരുന്ന ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? കട്ടാന്ന് നിങ്ങളങ്ങ് അടിച്ചടിച്ച് പോവുകയാണ്. കൃത്യമായിട്ട് നിങ്ങൾക്ക് എങ്ങനെ അത് ചെയ്യാൻ സാധിക്കും? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ അനാലിസിസിലൂടെ മാത്രമേ അങ്ങനെ ചെയ്യാൻ സാധിക്കൂ. അല്ലെങ്കിൽ നിങ്ങൾ ഈ ടോപ്പിക്ക് മുഴുവൻ ഇനിയുള്ളൊരു 3 മാസം പഠിക്കാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ നിലയില്ല കയത്തിലെടുത്ത് ചാടിയതുപോലെ ആയിപ്പോവും. മുങ്ങിപ്പോകാനേ പറ്റൂ, പൊങ്ങി വരാൻ സാധിക്കില്ല എന്ന് തന്നെ പറയാം. പിന്നെ അവിടെ കിടന്ന് ശ്വാസം മുട്ടി തീരാനും അടുത്ത പരീക്ഷ വരെ കാത്തിരിക്കാനും അത്തരം റിസ്കുകൾ എൻ്റെ സുഹൃത്തുക്കൾ ദയവീത് എടുക്കരുത്. നമ്മുടെ ചാൻസ് ഇതാണ്. നമ്മുടെ ചാൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു CPO എക്സാമാണ്. അപ്പോൾ അതിനു വേണ്ടി തന്നെ പഠിക്കുക. ദിസ് ഈസ് മൈ ലാസ്റ്റ് ചാൻസ് എന്ന് പറയുന്ന പോലെ തന്നെ പഠിക്കുക. പിന്നെ ഇഫ് ക്ലോസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് പഠിക്കുക. ഇഫ് ക്ലോസുമായിട്ട് വന്നിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ നിങ്ങളൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് എടുക്കേണ്ടെന്ന കാര്യങ്ങൾ പറഞ്ഞുതരും. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ഇഫ് ക്ലോസിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക? പിക്ക് ഔട്ട് ചെയ്യുക. ആ പിക്ക് ഔട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് എന്ത് ചെയ്യുക? അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചു പോവുക. പിന്നെ സ്പെൽ ചെക്ക് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. കൃത്യമായിട്ട് ഇപ്പം ഞാൻ എന്താ ഇവിടെ നല്ല വലിയൊരു വാക്ക് എഴുതുകയാണ്. മെല്ലി, FLUOUS, മെല്ലിഫ്ലൂവസ്. ചിലപ്പോൾ ഇത് ചോദിക്കാം. മെല്ലിഫ്ലൂവസ് എന്നല്ലേ പോലും ചിലപ്പോൾ വേറൊരു വലിയ വാക്ക് ചോദിക്കാം. ഓക്കെ, അപ്പോൾ അത് ഇപ്പം അൺഫാത്തോമബിൾ ചുമ്മാ ഞാൻ എഴുതി വെക്കുകയാണ് കുറേ നല്ല വാക്കുകൾ. അൺഫാത്തോമബിൾ ഇത് പല രീതിയിൽ ചോദിക്കാം. അപ്പോൾ അതൊക്കെ ഇപ്പോൾ എല്ലാം എപ്പോഴും ചോദിക്കുന്നൊരു ഇതാണ് സൂപ്പർ ഇൻറ്റൻഡൻറ്റ്. ഇതെല്ലാവരും അറിയാമെന്ന് വിചാരിക്കരുത്. ചിലപ്പോൾ ചിലർക്കെങ്കിലും തെറ്റിപ്പോവും. അപ്പോൾ എന്ത് ചെയ്യാം? ഇതുപോലുള്ള വാക്കുകളൊക്കെ നന്നായിട്ടൊന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് സ്പെൽ ചെക്ക് ചെയ്തിട്ട് പോവാം. കാരണം നമുക്ക് സ്പെല്ലിംഗ് എവിടെ പോകുമ്പോഴും അത്യന്താപേക്ഷിതമായൊരു കാര്യമാണ് നമുക്ക് നന്നായിട്ട് സ്പെല്ലിംഗ് അറിയണമെന്നുള്ളത്. അതൊന്ന് നോക്കുക. പിന്നെ ഇഡിയംസ്. ഓക്കെ, ഇപ്പോൾ ഡാർക്ക് ഹോഴ്സ് ഒരു ഇഡിയമാണ്, പഠിക്കുക. ബ്ലാക്ക് ഷീപ്പ് ഒരു ഇഡിയമാണ്, പഠിക്കുക. പിന്നെ അതുപോലെ തന്നെ ക്വാക്ക് ഇൻ ദ ബൂട്ട്സ്, മുട്ടിട്ടിടിച്ചു എന്നാണ്. ക്വാക്ക് ഇൻ ദ ബൂട്ട്സ് ഒരു ഇഡിയമാണ്. ക്വാക്ക് ഇൻ ദ ബൂട്ട്സ് ഒരു ഇഡിയമാണ്. അതുപോലെ നിരവധി ഇഡിയംസ് ഉണ്ട് അല്ലേ? നിരവധി ഇഡിയംസ് ഉണ്ട്. സ്ക്രാച്ച് ദ ബാക്ക്, സ്ക്രാച്ച് ഈച്ച് അതേഴ്സ് ബാക്ക്, പരസ്പരം പൊക്കിയിടിക്കുക. സ്ക്രാച്ച് ഈച്ച് അതേഴ്സ് ബാക്ക്. ബോൾട്ട് ഫ്രം ദ ബ്ലൂ, ഇതൊക്കെ നിങ്ങൾ PSC പഠിച്ചിട്ടുണ്ടാകും. ബോൾട്ട് ഫ്രം ദ ബ്ലൂ, ഇതൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോവാം. അങ്ങനെ വളരെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഇഷ്ടം പോലെ ഇഡിയംസ് ഉണ്ട്. എല്ലാം കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. നമുക്ക് നല്ലതേ വരും. നമുക്ക് നല്ലത് വരും എന്ന് വെച്ചാൽ നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും എന്നുള്ളതല്ല. ഇമാതിരി പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത ഒരു ഇഡിയമാണ് വരുന്നത് പോലും റിലേഷൻ വെച്ച് നിങ്ങൾ കഴിയും. ക്വാക്ക് ഇൻ ദ ബൂട്ട്സ് എന്ന് പറയുന്ന ഈ ഒരു ഇവിടെയാണ് ഈ ഒരു ഇഡിയം ക്വാക്സ് ഇൻ ദ ബൂട്ട്സ് എന്ന് പറയുന്ന ഈ ഒരു ഇടം ആദ്യമായിട്ട് ചോദിച്ചത് 2021 നവംബർ മാസം 13 നടന്ന സെക്കൻഡ് സ്റ്റേജ് ഡിഗ്രി പ്രിലിംസ് SI എക്സൈസ് ഒക്കെ വരുന്ന ആ ഒരു പരീക്ഷയ്ക്കാണ് ചോദിച്ചത്. അന്ന് വരെ ഞാനിത് കേട്ടിട്ടില്ല. പക്ഷേ ഷിവറിങ് വിത്ത് ട്രംബിൾനെസ്, ഷിവറിങ് വിത്ത് നെർവസ്നെസ് എന്നാണ് അതിൻ്റെ അർത്ഥമായിട്ട് അന്നുണ്ടായിരുന്നത്. അപ്പോൾ ക്വാക്കിംഗ് ഇൻ ദ ബൂട്ട്സ് എന്ന് പറയുന്നത് പെട്ടെന്ന് മുട്ടിട്ടിടിക്കുകയാണെന്ന് എനിക്ക് വെറുതെ ഒരു സിക്സ് സെൻസിൽ തോന്നി. അങ്ങനെ പലപ്പോഴും നമ്മൾ ഒരുപാട് പഠിച്ചിട്ട് പോകുമ്പോൾ ഇവൻ നമുക്ക് അറിഞ്ഞുകൂടാത്തൊരു സാധനമാണെങ്കിൽ പോലും ചിലപ്പോൾ നമുക്കൊരു വെള്ളി വെളിച്ചം കത്തും. നമ്മളത് എഴുതും, നമുക്കത് മാർക്ക് കിട്ടും. ഇതൊക്കെ നമുക്ക് അവിടെ കിട്ടുന്ന അപകർഷണങ്ങളാണ്. നമുക്കത് ഉറപ്പിച്ചു പോകാൻ പറ്റില്ല. പക്ഷേ എന്നാൽ പോലും നമ്മുടെ പാർട്ട് നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചിട്ട് പോയാൽ നമുക്കത്. പിന്നെ കൺജങ്ഷൻസ് എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കുക. കൺജങ്ഷൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതൊക്കെ ഒന്ന് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. ഓക്കെ, പിന്നെ കളക്റ്റീവ് നൗൺസ്, ഫുൾ ഫോം, ഇതൊക്കെ എന്ത് ചെയ്യുക? ഇപ്പം സിമ്പിളായിട്ടൊരു ഫുൾ ഫോം SI എന്താണ്? സബ് ഇൻസ്പെക്ടർ. ചുമ്മാ പറയാണ് കേട്ടോ, ഞാൻ ഇങ്ങനെ ചോദിക്കൂല. സബ് ഇൻസ്പെക്ടർ. CISF ചിലപ്പോൾ ചോദിക്കാം, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിൽ. SSB ചിലപ്പോൾ ചോദിക്കാം, സശസ്ത്ര സീമാ ബിൽ ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ, CISF ഒക്കെ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ്. എക്സെട്ര ETC എറ്റ്സെട്ര ചോദിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് പഠിച്ചിട്ട് ഒരു 10 എണ്ണം വെച്ച് ഡെയിലി. ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റ് വൊക്കാബുലറി എങ്ങനെ നോക്കണം നമ്മൾ പറഞ്ഞു തരും. അപ്പോൾ അത് നമുക്ക് അവിടെ സംസാരിക്കാം. വെറുതെ ഇവിടെ സംസാരിച്ച് ഞങ്ങളെ കുളമാക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഇംഗ്ലീഷിൽ ഇത്രയും സാധനങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് പോവാം. ഈ ടോപ്പിക്കുകളെല്ലാം എടുത്തിട്ടുള്ളത് ഇതുവരെ ചോദിച്ച ടോപ്പിക്കുകൾ മാത്രമാണ് എടുത്തിട്ട്. നിങ്ങൾ നോക്കുമ്പോൾ സിലബസ് മുഴുവൻ ചോദിച്ചിട്ടില്ല എന്നല്ല, മുഴുവൻ സിലബസ് ചോദിച്ചിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷേ ചോദിച്ച ടോപ്പിക്കുകളിൽ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കൊണ്ട് തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ ഇനി പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഡ്യൂട്ടി. ഇനി മലയാളത്തിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ പദശുദ്ധി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പദശുദ്ധി. ഇതാ 2 പദങ്ങൾ വെറുതെ എഴുതാം. ഉദ്ദേശവും ഉണ്ട്, ഉദ്ദേശ്യവുമുണ്ട്. ചിലപ്പോൾ ഒരു വാക്യം തന്നിട്ടായിരിക്കും അതിൽ നിന്ന് പദശുദ്ധി കണ്ടുപിടിക്കുന്നത്. ഈ ഉദ്ദേശ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ലക്ഷ്യം. ഇവിടെ വരുമ്പോൾ ഏകദേശം. മനസ്സിലായില്ലേ? ഇങ്ങനെ ഒരുപാട്. പിന്നെ അതുപോലെ തന്നെ വിമ്മിഷ്ടം, നമ്മൾ
എഴുതാം. പക്ഷേ ഇതാണ് സത്യം. വിമ്മിട്ടം. ഇതാണ് സാധനം. ഇങ്ങനെ ഒരുപാട് വാക്കുകൾ നമ്മളെ അത്ഭുതപ്പെടുത്തും നമ്മളെ. അടിമത്തം ആണ്, അടിമത്വം അല്ല. ഇതാ നോക്കിക്കോ. അടിമത്തം ഇതാണ് ശരി. അടിമത്വം എന്ന് പറയാം, അത് ശരിയല്ല. സംസ്കൃത പദങ്ങൾക്ക് മാത്രമേ ത്വം വരൂ, മലയാള പദങ്ങൾക്ക് തം തന്നെയാണ് വരുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെ ഷിബിന മിസ്സിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഷിബിന മിസ് വളരെ വ്യക്തമായിട്ട്, വളരെ ഈസി ആയിട്ടും എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ മിസ് ഇതിൻ്റെ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. വളരെ സുന്ദരമായിട്ട് മിസ് മലയാളം കൈകാര്യം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോസൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വാക്യശുദ്ധി കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകുക. വാക്യശുദ്ധി ഏകദേശം 5000-ഓളം. സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞില്ല, ഏകദേശം 5000-ഓളം. തെറ്റാണ്. ഏകദേശം അല്ലെങ്കിൽ 5000-ഓളം മതി. അവിടെ ഏകദേശം 5000-ഓളം ആളുകളുണ്ടായിരുന്നു. തെറ്റാണ്. അവിടെ 5000-ഓളം ആളുകളുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവിടെ ഏകദേശം 5000 പേരുണ്ടായിരുന്നു. ഇത് രണ്ടുമാണ് ശരിയായിട്ട് വരിക. ഇതുപോലുള്ള ഒരുപാട് അല്ലെങ്കിൽ മന്ത്രി തൻ്റെ ഭാര്യയോടൊപ്പം വന്നു. തെറ്റാണ്. മന്ത്രി ഭാര്യയോടൊപ്പം വന്നു എന്ന് മതി. മന്ത്രിയുടെ ഭാര്യ തന്നെയാണല്ലോ. അതാണ് സംഭവം എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ പിന്നെ വാക്യശുദ്ധികൾ നമുക്ക് പഠിച്ചിട്ട് പോയാൽ അത് ഭയങ്കര ബെനിഫിറ്റ് ആയിരിക്കും എന്നുള്ളതാണ്. പിന്നെ പരിഭാഷ പഠിച്ചിട്ട് പോവുക. പരിഭാഷ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. അത് നമുക്ക് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ്. ചിലപ്പോൾ ഇംഗ്ലീഷിൽ തന്നെ ചോദിക്കാം. മനസ്സിലായില്ലേ? ഇംഗ്ലീഷ് തന്നിട്ട് അതിൻ്റെ മലയാളം ചോദിക്കാം അല്ലേ? അത് പഠിച്ചിട്ട് പോവുക. നന്നായിട്ട് തന്നെ പഠിച്ചു. പിന്നെ ശൈലികൾ, പഴഞ്ചൊല്ലുകൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകാൻ പറ്റും. അതായത് നമ്മുടെ നിത്യാഭ്യാസി ആനയെടുക്കും. PSC പഠിക്കുന്ന എല്ലാ ആൾക്കാരോടും എനിക്ക് പറയാനുള്ളൊരു കാര്യമാണ്. ഞാൻ വേണേൽ എഴുതിയിട്ടാം, നിങ്ങൾ വേണമെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എഴുതിയിട്ടോ. നിങ്ങൾ എഴുതിയിട്ടോ, അതായത് സത്യമാണ്. വളരെ ഫേമസ് ആണ്. നിത്യാഭ്യാസി ആനയെടുക്കും. കാരണം എന്താണ്? നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ഒരു നാൾ ഇത് സാധ്യമാകും. മനസ്സിലായില്ലേ? ഇത് കീറാമുട്ടിയൊന്നുമല്ല. CPOയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ കട്ട് ഓഫ് ഒക്കെ അല്ലേ? കട്ട് ഓഫ് ഇപ്രാവശ്യം 51 ഈ നമ്മുടെ മെൻ CPO. വിമൻ CPO 57 പോയിന്റ് സംതിങ് ആയിരുന്നു. അത് സ്റ്റേറ്റ് ലിസ്റ്റാണ്. അപ്പം ഇതിങ്ങനെ കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. പക്ഷെ നമ്മളെ ബാധിക്കാൻ പാടില്ല. നമ്മുടെ പ്രിപ്പറേഷൻസ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ആനയെ എടുക്കും. ഇതൊരു ആനയല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക അല്ലേ? കണ്ണിലെ കരട്, കണ്ണിലെ കൃഷ്ണമണി, കണ്ണിൽ ഉണ്ണി, ഇങ്ങനെ കുറേ പിന്നെ ശൈലികളുണ്ട്. പഴഞ്ചൊല്ലുകളാണെങ്കിൽ അതുപോലെ ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ? അപ്പം ഇതെല്ലാം എന്ത് ചെയ്യുക? നന്നായിട്ടൊന്ന് പഠിച്ചിട്ട് പോവുക. എങ്ങനെയെങ്കിലും ഒരു 10 ശൈലിയൊക്കെ വെച്ച് സിമ്പിളായിട്ട് തീരും. 10 പഴഞ്ചൊല്ലൊക്കെ വെച്ച് പഠിച്ചു പോയാൽ ഈസി ആയിട്ട് തീരും, രസകരമായിട്ട് തീരുകയും ചെയ്യും. മനസ്സിലായില്ലേ? പിന്നെ സ്ത്രീലിംഗം പുല്ലിംഗം സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. സ്ത്രീലിംഗം പുല്ലിംഗം എന്ന് പറയുമ്പോൾ സിംഹി, സിംഹിണി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചോദിക്കും. അതൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോവുക. ഒറ്റപ്പദവുമായിട്ട് ബന്ധപ്പെട്ട് നന്നായിട്ട് പഠിച്ചിട്ട്. കാരണം മലയാളം വൊക്കാബുലറി എന്ന് പറഞ്ഞാൽ മലയാളം വൊക്കാബുലറി എന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വന്നു കണ്ടിട്ടുള്ളത്. അപ്പോൾ ഒറ്റപ്പദവുമായിട്ട് ബന്ധപ്പെട്ട ഫോഴ്സ് പരീക്ഷകളിലെ മലയാളം അല്ലേ? അപ്പോൾ ഒറ്റപ്പദവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ടൊന്ന് നോക്കി പോവുക. ഒറ്റപ്പദങ്ങൾ ഏതൊക്കെ മേഖലകൾ, എങ്ങനെയൊക്കെയാണ് ഒറ്റപ്പദം ചോദിക്കുക, ഓക്കെ, അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. ഓക്കെ, അപ്പോൾ അത് നിങ്ങളെ ഒരുപാട് നിങ്ങളെ മുന്നോട്ട് നയിക്കും. ഒരുപാട് നന്നായിട്ട് മുന്നോട്ട് നയിക്കും. ഓക്കെ, ഇനി മാത്തമെറ്റിക്സിൻ്റെ കാര്യം പറയുമ്പോൾ കുറച്ച് ടിപ്സ് ആണ് പറയാനുള്ള, ടോപ്പിക്സ് അല്ല. കാരണം ടോപ്പിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും മാത്സിൻ്റെ ടോപ്പിക് ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? മാത്സ് എങ്ങനെ നമുക്ക് ക്ലിയർ ചെയ്യാമെന്നുള്ളത് എൻ്റെ എക്സ്പീരിയൻസ്, ഞാൻ എങ്ങനെയാണ് മാത്സ് നോക്കിയെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. കാരണം ഇത് എൻ്റെ മാത്രം എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾക്കിത് കേട്ടിട്ട് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾക്കിത് ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ കേട്ട് ഉപേക്ഷിക്കാം. നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ വിവേചന അധികാരത്തിന് വിട്ടു തന്നിരിക്കുന്നു. ഞാൻ നോക്കുമ്പോൾ ഈ 3 ചോദ്യപേപ്പറാണ് എൻ്റെ ഏറ്റവും വലിയ കഥ. കാരണം ഈ 3 വർഷവുമാണ് CPO പരീക്ഷ നടന്നിട്ടുള്ളത്. ഓക്കെ, അത് നമുക്ക് നോക്കുമ്പോൾ ഇവിടെ 3 നടന്നിട്ടുണ്ട്, ഇവിടെ 2, ഇവിടെ 1, ഇത്രയും പരീക്ഷ, ഏകദേശം 6 പരീക്ഷ നടന്നിട്ടുണ്ട്. പിന്നെ +1 നമുക്ക് IRB വെക്കാം, കൂടെ IRB വെക്കാം. പിന്നെ ഞാൻ പറഞ്ഞ CPO പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾക്ക് CPO, നിങ്ങൾക്ക് CEO, ഫയർമാൻ ഒക്കെ നോക്കാം. ഓൾ ടുഗദർ 6 അല്ലെങ്കിൽ 7, പിന്നെ 6, പിന്നെ 7, ഇത്രയും പരീക്ഷ. ഫയർമാൻ, ഫയർവുമൺ, WCO ഇതൊക്കെ ഉണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു 5 ക്വസ്റ്റ്യൻ എങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ദിവസം വർക്കൗട്ട് ചെയ്യാം. 5 ക്വസ്റ്റ്യൻ അത് കൃത്യമായിട്ട് അതിൻ്റെ എക്സ്ട്രാ ചോദ്യങ്ങളോടുകൂടി, ഇൻക്ലൂഡിങ് എക്സ്ട്രാ ചോദ്യങ്ങളോടുകൂടി തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ടൊന്ന് വർക്കൗട്ട് ചെയ്യുക. ഇൻക്ലൂഡ് എക്സ്ട്രാ ക്വസ്റ്റ്യൻസും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതുമായിട്ട് ബന്ധപ്പെടുത്തുന്ന ചെയ്ത് നോക്കുക. പിന്നെ 60 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഏകദേശം ഒരു 12 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും. 60 ദിവസം. ഞാൻ ഈ 6 ക്വസ്റ്റ്യൻസ് കണക്ക് മാത്രമാണ് പറഞ്ഞത്. നിങ്ങൾക്ക് കൂട്ടാം, ഉറപ്പായിട്ടും കൂട്ടാം. കാരണം നിങ്ങൾ 5 ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അനുബന്ധമായ ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്ത് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ 5 എന്ന് പറഞ്ഞാൽ എത്രയാവും? നിങ്ങൾ ഏകദേശം ഒരു 10-20 ക്വസ്റ്റ്യൻ ഒരു ദിവസം പഠിക്കും. മാത്സ് ഇൻട്രസ്റ്റ് ആണ്, അല്ലെങ്കിൽ മാത്സിന് മാർക്ക് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യും? അത് മാക്സിമം ടൈം അതിന് വേണ്ടി കൊടുക്കും. മാത്സിന് നിങ്ങൾ മാക്സിമം ടൈമാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ. കാരണം ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനായി ഒരുപാട് സമയം എടുക്കും അല്ലേ? നമ്മൾ മലയാളം ഇംഗ്ലീഷും ചെയ്യുന്ന പോലെയല്ല. അപ്പോൾ മാത്സിന് എത്രമാത്രം നിങ്ങൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നോ അത്രമാത്രം മാത്സ് നിങ്ങൾക്ക് എളുപ്പമായിട്ട് വരും. ഞാൻ പറഞ്ഞ കണക്കിനാണ് നിങ്ങൾക്ക് ഒരു 7 റിവിഷൻ. നിങ്ങൾ നോക്കുക, 7, 12,
24, 36, 48, പിന്നെ 60, 60, ഏകദേശം 72. നിങ്ങൾ നോക്കുക, ഏകദേശം 6 റിവിഷൻ നിങ്ങൾക്ക് കിട്ടും. 6 കൂടുതൽ കിട്ടും, 6 കൂടുതൽ കിട്ടും. പക്ഷേ മിനിമം ഒരു 6 റിവിഷൻ ഈ സാധനങ്ങളെല്ലാം കൂടെ ചേർത്ത് കിട്ടും. മനസ്സിലായില്ലേ? 6 റിവിഷനാണ് ഞാൻ പറയുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾ മാത്സ് സെറ്റായി. നിങ്ങൾ ഏകദേശം ഒരു 8 മാർക്കെങ്കിലും മാത്സിന് വാങ്ങിക്കാന്നുള്ള ലെവലായി. അപ്പോൾ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മലയാളത്തിൽ നോക്കുന്ന മാക്സിമം മലയാളത്തിലെ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ കാണാതെ പഠിച്ചോ, നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഒരു 7 കിട്ടുന്നു, മലയാളത്തിൽ ഒരു 8 കിട്ടുന്നു, മാത്സിൽ ഒരു 8 കിട്ടുന്നു. അപ്പോൾ തന്നെ എത്രയായി? പിന്നെ 16, 16ഉം 8ഉം 24 മാർക്ക് 30നായി. ഇതൊക്കെ മിനിമം ആണ്. 25 മാർക്ക് കിട്ടിയാൽ പിന്നെ പറയണ്ട. 25 മാർക്ക് കിട്ടിയാൽ സെറ്റ് മാർക്കാണ്. 20 മുകളോട്ട് എല്ലാ മലയാളം ഈ 3 വിഷയങ്ങളിൽ നിന്ന് കിട്ടുന്ന സെറ്റാണ്. നിങ്ങൾ ഈ രീതിക്ക് ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കും. ഇതെൻ്റെ രീതിയായിരുന്നു, എനിക്ക് റിസൾട്ട് ഉണ്ടായ രീതിയാണ്. അതാണ് ഞാൻ ഈ പറയാൻ കാര്യം. ഇനി ഹൗ ടു പ്രിപ്പയർ എന്ന് പറയുന്ന ഒരു വലിയ ചോദ്യമുണ്ട് അല്ലേ. നമ്മൾ എങ്ങനെയാണ് ഇതിനെ പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് പറഞ്ഞുതരാം. ഡെയിലി മിനിമം 1 മണിക്കൂർ മാത്സിന് കൊടുക്കുക. നിങ്ങൾക്ക് മാത്സിന് വീക്ക് ആയിട്ടുള്ള ആളാണെങ്കിൽ 2 മണിക്കൂർ വരെ മാത്സിന് കൊടുക്കുക. അത് ഒരേ സ്റ്റെപ്പ് ഇരിക്കേണ്ട, നിങ്ങൾ കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തിരുന്നാൽ മതി. പിന്നെ ഒരു 10 വൊക്കാബുലറി ഇംഗ്ലീഷ് ആൻഡ് മലയാളം നിങ്ങൾ പഠിച്ചിരിക്കണം. ഒരു 10 വൊക്കാബുലറി. അത് നിങ്ങൾക്ക് ഏത് പാർട്ടാണ്, ഇഡിയം വേണമെങ്കിൽ ഇഡിയം പഠിക്കാം, പിന്നെ ആൻറ്റോണിയം ആണെങ്കിൽ ആൻറ്റോണിയം, സിനോണിം ആണെങ്കിൽ സിനോണിം, ഒറ്റപ്പദമാണ് ഒറ്റപ്പദം, പിന്നെ വാക്യശുദ്ധി ആണെങ്കിൽ അങ്ങനെ, എങ്ങനെ വേണോ നിങ്ങൾക്ക് പഠിക്കാം, എങ്ങനെ വേണോ പഠിക്കാം. പിന്നെ പി ക്യൂവിൽ എന്ത് ചെയ്യുക, ഗ്രാമർ പാർട്ട് മാക്സിമം പി ക്യു ഒന്ന് പഠിച്ചു നോക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് താനേ റൂൾസ് നിങ്ങൾക്ക് അതിലൂടെ സെറ്റായി കിട്ടും. നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻ കാണുമ്പോൾ റൂൾസ് നിങ്ങൾ താനേ പഠിക്കും. സിമ്പിളായിട്ട് പറയാം, നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കണ്ട് വരുമ്പോൾ നമ്മളിങ്ങനെ തിയറട്ടിക്കലായിട്ട് കുറേ റൂൾസ് പഠിക്കുന്നതിനേക്കാളും നിങ്ങൾ ഈ റൂൾസ് താനെ പ്രാക്ടിക്കൽ നോളജ് വഴി പഠിക്കും. അപ്പോൾ എന്ത് ചെയ്യാം, ഗ്രാമർ പാർട്ട് നമുക്ക് പ്രാക്ടിക്കൽ എന്ന് പറയുന്ന ഒരു സെഷനിലേക്ക് മാറ്റിയാൽ നന്നായിരിക്കും. പിന്നെ എന്ത് ചെയ്യുക, പ്രാക്ടീസ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ കാണണം. മാത്സ്, ഈ ഇംഗ്ലീഷ് നിങ്ങൾ എല്ലാ ചോദ്യപേപ്പറും എടുത്തു. നിങ്ങൾക്ക് CPO ലെവലുള്ള ചോദ്യപേപ്പർ എടുക്കാം, ഡിഗ്രി ലെവൽ എടുക്കാം, LD ലെവൽ എടുക്കാം, അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫീസറിൻ്റെ പരീക്ഷകളാണെന്നിട്ടുണ്ട് അതെടുക്കാം. ഏത് പരീക്ഷയാണ് എടുത്തിട്ടും നിങ്ങൾക്ക് ഗ്രാമർ പോർഷൻ എന്ത് ചെയ്യാം, മാക്സിമം ക്വസ്റ്റ്യൻസ് കാണുന്ന വഴി ഗ്രാമർ നിങ്ങൾക്ക് സ്വായത്തമായിക്കൊണ്ടിരിക്കും. പ്രാക്ടിക്കൽ നോളജിലൂടെ നിങ്ങൾ റൂൾസ് പഠിക്കും. അതാണ് എൻ്റെ അത്ഭുതമായിരുന്നത്. ഇനി ഞാൻ ഫോളോ ചെയ്തിരുന്നത്, ഞാൻ ഇംഗ്ലീഷും മലയാളവും ഡെയിലി ഇപ്പോഴും ഈ സമയത്ത് പോലും ഇന്ന് പോലും ഞാൻ വാക്കുകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ലതാണത്. നമ്മുടെ വൊക്കാബുലറി ഒരുപാട് എക്സ്പാൻഡ് ആവും, നമ്മുടെ നോളജ് ഒരുപാട് എക്സ്പാൻഡ് ആവും. നമുക്ക് ഒരാളോട് സംസാരിക്കാനുള്ള ഭയം പോലും മാറിക്കിട്ടും. ഇത് എക്സ്റ്റേണൽ ആണ്. ഇൻറ്റേർണൽ, ഇതിന് എല്ലാത്തിനും നമ്മൾ ഈ ചെയ്യുന്നതിനെല്ലാം എക്സ്റ്റേണലായിട്ട് കുറേ പരിപാടിയുണ്ട്. അതായത് നിങ്ങളിപ്പോൾ കൃത്യമായിട്ട് ഈ പറഞ്ഞ പരിപാടി ചെയ്തു പോകണമെങ്കിൽ എക്സ്റ്റേണലി നിങ്ങൾക്ക് കുറേ വൊക്കാബുലറി നോളജ് കിട്ടും. നിങ്ങൾക്ക് അതൊക്കെ സംസാരിക്കാനും എഴുതാനും ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് ഭയങ്കര ഒരു ബൂസ്റ്റപ്പ് തരും. മനസ്സിലായില്ലേ? അത് നോക്കുക. ഗ്രാമർ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, മാക്സിമം ഗ്രാമർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. അത് നിങ്ങളെ കൂടുതൽ എനർജറ്റിക് ആയിട്ട് മാറ്റും. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് പ്രാക്ടിക്കൽ നോളജിലൂടെ എന്ത് ചെയ്യും, നിങ്ങൾ ഗ്രാമറിലെ റൂളുകളെല്ലാം പഠിക്കും. പിന്നെ ഈ പഠിച്ചത് വെറുതെ പഠിച്ചു പോയിട്ട് കാര്യമില്ല. നമ്മൾ ഒരു ദിവസം പഠിക്കുമ്പോൾ നമ്മൾ കില്ലാടിയായി പോയിരുന്നു, ഒന്നുമല്ല. നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക, റിവിഷൻ എന്ന് പറയുന്ന സാധനം അവിടെ കൊടുക്കുക. പിന്നെ എപ്പോഴും വൊക്കാബുലറിക്ക് വേണ്ടി ഒരു നോട്ട് പാഡ് കയ്യിൽ വെച്ചിരിക്കുക. ഈ നോട്ട് പാഡ് എന്ത് ചെയ്യുക, ഒരു 2 ദിവസം എഴുതി കഴിയുന്ന നോട്ട് മൂന്നാം ദിവസം വായിച്ച് അതിനൊന്ന് റെഡിയാക്കുക. അത് നിങ്ങൾ PSC പ്രീവിയസ് ചോദിച്ച വൊക്കാബുലറി നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്റ്റേണലി കിട്ടുന്ന വൊക്കാബുലറി അതിൻ്റെ മീനിങ്ങോടുകൂടി ആൻറ്റോണിം സിനോണിം വെച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. പിന്നെ എന്ത് ചെയ്യുക, ഡെയിലി വായിക്കുക. ഡെയിലി വൊക്കാബുലറി വായിക്കുക. വൊക്കാബുലറി മാത്രമല്ല, ഡെയിലി ഈ പാർട്ടുകളെല്ലാം ഇംഗ്ലീഷും മലയാളവും ഡെയിലി വായിക്കുക. മാത്സ് ചെയ്ത് നോക്കുക. പിന്നെ എഴുന്നേൽക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. നമ്മളിപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്, ഞാൻ പഠിച്ചിരുന്ന സ്പെഷ്യൽ ടോപ്പിക് ആദ്യം ഒന്ന് വായിക്കുമായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, അവിടെ ഇംഗ്ലീഷോ മലയാളമോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വിഷയം നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ PSCയോട് കൂടി എഴുന്നേൽക്കുക. അത് വല്ലാത്തൊരു ഊർജ്ജം നിങ്ങളുടെ പഠനത്തിന് തരും. ഓക്കെ, ഒരുപാട് മെറ്റീരിയൽസിൽ നിന്ന് പഠിക്കുന്നത് നിങ്ങൾ ഒഴിവാക്കുക. മെറ്റീരിയൽസ് ലിമിറ്റ് ചെയ്യുക. ലിമിറ്റഡ് റിസോഴ്സസ് മാക്സിമം നോളജ് നിങ്ങൾ അക്വയർ ചെയ്തെടുക്കുക. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. നിങ്ങൾ അങ്ങനെ ശ്രമിച്ചു നോക്കുക. പിന്നെന്താ, ഡ്രീം ആൻഡ് മാനിഫെസ്റ്റ് യുവർ ഗോൾ. എപ്പോഴും നമ്മൾ ഡ്രീം ചെയ്യണം, അത് മാനിഫെസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോഴാണ് നമ്മുടെ മനസ്സിൽ അത് കൂടുതൽ ഇമ്പാർട്ട് ചെയ്യപ്പെടുക. അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മുടെ മനസ്സിൽ ഇമ്പാർട്ടഡ് ആയിരിക്കും. നമ്മൾ അതിന് വേണ്ടി ഭയങ്കര ഫോക്കസ്ഡ് ആയിരിക്കും. നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവില്ല. നമ്മളൊരൊറ്റ പാത്തിൽ തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ശരി, അടുത്ത റൈറ്റ് ഡൗൺ ക്വസ്റ്റ്യൻ പേപ്പർ. നിങ്ങൾ ഒരു ദിവസം വർക്കൗട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഏതാണെന്നുള്ളത് നമ്മളെ 90 ഡേ പ്ലാനിൽ പറഞ്ഞ പോലെ ആ ബുക്കിൽ, നമ്മുടെ CPO നമ്മുടെ പേപ്പർ കട്ടിങ്ങിനുള്ള ആ ബുക്കിൽ എന്ത് ചെയ്യുക, എഴുതി ചേർക്കുക. അതിനെ റിവിഷൻ മാക്സിമം റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരും ആവശ്യപ്പെട്ട പോലെ എന്താ, നമ്മുടെ CPO, WCPO, IRB എന്നീ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട്, അല്ലെ WCPO നമുക്കറിയാം ജൂലൈ 19 IRBയും CPO നമുക്കറിയാം ജൂലൈ 26
അപ്പോൾ ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ഞങ്ങളൊരു ക്രാഷ് ബാച്ച് നിങ്ങൾക്ക് വേണ്ടി ഇതാ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഫീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് താഴെ കാണുന്ന 8281223366 എന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിളിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും അവിടെ അറിയാനായിട്ട് പറ്റും. പിന്നെ ഇതാ നോക്കിയോ, നമ്മളിതാ സ്പെഷ്യൽ ടോപ്പിക് ബാച്ച്, ഇതാ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ടോപ്പിക് ബാച്ച് നമ്മൾ വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് അതിൻ്റെ ഫീസ് ഓൾറെഡി കാണാം. വളരെ പിന്നെന്താണ് അഫോർഡബിൾ ആയിട്ടൊരു ഫീസാണ്. കാരണം ഒരുപാട് ലോഡ് പഠിക്കാനുണ്ട്. BNSസും BNSSും BSAയും ഇത് മൂന്നും അത്യാവശ്യം ഫാസ്റ്റാണ് പഠിക്കാനായിട്ട്. അപ്പോൾ അത്രയും അത്രയും വലിയ ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് അതിനകത്ത് കിട്ടാനായിട്ട് പോകുന്നത്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും. അമൽ സാറിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളെല്ലാവരും, പ്രത്യേകിച്ച് ഈ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ബാച്ചിൽ ഞാനും ഒക്കെ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വളരെ കൃത്യമായ രീതിയിൽ നിങ്ങൾ ഒരു റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ഇവിടെ വരാം. ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്തതിൻ്റെ ഭാഗമായിക്കൊണ്ട് നിങ്ങളുടെ പഠനം കുറച്ചുകൂടി എളുപ്പത്തിലാക്കാമെന്ന് മാത്രമല്ല, കുറച്ചുകൂടെ ദ്രുതമായിട്ട് അല്ലെങ്കിൽ ദ്രുതവേഗതയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ മെയ് 17-ാം തീയതി സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ പരീക്ഷ വരുന്നുണ്ട്. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് നിങ്ങളെ തയ്യാറെടുപ്പിക്കാനായിട്ട് വെറും 499 രൂപയ്ക്ക് ഒരു പിന്നെ സ്പെഷ്യൽ ടോപ്പിക് ബാച്ച് സിവിൽ എക്സൈസ് ഓഫീസർ, സിവിൽ എക്സൈസ് ഓഫീസർ എന്നീ പരീക്ഷകൾക്ക് ഉതകുന്ന രീതിയിൽ അതിൻ്റെ ബെയറാക്റ്റുകൾ വെച്ചു, അതിൻ്റെ മദർ കോണ്ടന്റുകളിൽ നിന്ന് യാതൊരു ഓതൻറ്റിസിറ്റിയും ചോർന്ന് പോകാതെ ഞങ്ങളൊരു സ്പെഷ്യൽ ടോപ്പിക് ബാച്ച് നിങ്ങൾക്കായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലും ഭാഗമായി നിങ്ങൾക്ക് 499 രൂപ മാത്രമേ ആ ഒരു ബാച്ചിന് ഫീസായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും കൃത്യമായിട്ട് ബാച്ചുകളിൽ ചേർന്ന് പഠിക്കുക. നിങ്ങൾ ഇനി റിസ്ക് എടുക്കണം. നിങ്ങൾക്ക് സമയം വളരെ കുറവാണ്. അപ്പോൾ അത് മുന്നിൽ കണ്ട് നിങ്ങളുടെ സമയത്തിന് ഞങ്ങൾ ഒരുപാട് വില കൽപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ സമയത്തിന് നിങ്ങൾ വില കൽപ്പിക്കുന്ന പോലെ തന്നെ. അപ്പം എന്ത് ചെയ്യുക, ബാച്ചുകളുടെ ഭാഗമാവുക. ഞാൻ ഈ പറഞ്ഞ ടിപ്പൊക്കെ വെച്ച് ജസ്റ്റ് ഒന്ന് പഠിച്ചു നോക്കുക. ബാച്ചിൻ്റെ ഭാഗമായും കൂടെ പഠിക്കുമ്പോൾ നിങ്ങളുടെ പഠനം ബൂസ്റ്റപ്പ് ആവും. നിങ്ങൾ ഈ എടുക്കുന്ന എഫേർട്ടുകളൊന്നും വെറുതെ ആകില്ല. നാളെ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യും. അപ്പം ആ ഒരു കാര്യം പറയുന്നു. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളെല്ലാവരും വളരെ കൃത്യമായ രീതിയിൽ പഠിക്കുക. നല്ലൊരു പഠനകാലം നിങ്ങൾക്ക് നേരുന്നു. അപ്പോൾ ഇനിയും വീഡിയോകൾ CPUമായിട്ട് ബന്ധപ്പെട്ട പ്രിപ്പറേഷൻ വീഡിയോസും ടിപ്സും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരും. അപ്പോൾ അതുവരെ ഞാൻ നിങ്ങളിൽ നിന്ന് തൽക്കാലം വിടവാങ്ങുകയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.